പേഠാലോ ആഗ്ര പേഠ ആഗ്ര പേഠ കിട്ടിയേ ഇനി കിട്ടാതിരിക്കോടാ എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ടും കിട്ടിയ തുറന്ന എത്രയായിരുന്നു നമ്പർ? വീണ്ടും എന്റെ പൊന്നു തവിടിനെ കൊണ്ട് 6 പെണ്ണെ കൊടുകൈ അങ്ങനെ തവിടിനെ കൊണ്ട് ആദ്യമായിട്ട് ഉപയോഗം ഉണ്ടായി. സന്തോഷമായി നിനക്ക്. ഓക്കെ, അപ്പൊ ഒരു ബ്ലിപ്പ് അടിച്ച്. ഹലോ ഗൈസ്, ഇങ്ങനെ ട്രെയിനിൽ സമയം 12:45 ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച് ഇവര് എൻ്റെ ഫൺ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ്. ഇതോ ഭാഗ്യക്ക് ഈ ഇതെന്തോന്ന് സംഭവം മെഹന്തി ഇട്ട് കൊടുക്കുകയാണ്. കൃഷ്ണപ്രിയ ആരെയെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. കൃഷ്ണപ്രിയയുടെ കയ്യിലും ഉണ്ട്. ഇതാണ് എന്റർടൈൻമെന്റ്. ഇവളാണ് ആർട്ടിസ്റ്റ്. ഇവളാണ് നമ്മളെ കോളേജിലെ പടംവരയും പരിപാടിയൊക്കെ ചെയ്യണം. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. ഭാഗ്യയുടെ കയ്യിലും വരച്ചു കുത്തി പരിപാടിയാണ്. ഭാഗ്യ എന്ത് നീ ഓഫ്ലൈൻ ആയിട്ടിരിക്കുന്ന? എങ്ങനെയുണ്ട് വൈഷ്ണവി ട്രെയിൻ യാത്ര? സത്യമില്ലേ? ഞാൻ ഗൈസ് ഇവിടെ ഇരുന്നോണ്ട് എഡിറ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫസ്റ്റ് വ്ളോഗ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ഇത്രയും നേരമായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചില്ല ഗൈസ്. വിശക്കാണ്. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ഭാഗ്യ ബിരിയാണി ഓർഡർ ചെയ്ത്. അപ്പൊ ഭാഗ്യയുടെ ബിരിയാണിന്ന് കൈയിട്ട് വരാനുള്ള പ്ലാനിൽ ഞാൻ നിൽക്കുവാണ്. അപ്പോ എന്തുവാണ് നമ്മള് ഞാൻ വ്ളോഗിന്റെ കാര്യമൊക്കെ മറന്നുപോയി ലിറ്ററലി. ഇപ്പൊ ഈ ഭാഗ്യയുടെ മണ്ടത്തരം കേട്ടപ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു മണ്ടത്തരം പറഞ്ഞില്ല, 5 ജനം മണ്ടത്തരം പറഞ്ഞു. ആരോഗ്യമന്ത്രി ആരാണെന്ന് അറിയത്തില്ല, നേരത്തെ ഉള്ള ആരോഗ്യമന്ത്രി ആരാണെന്ന് അറിയത്തില്ല. നീ കൊറേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കിയല്ലേ ഇനി ഇതില് പറ. അതെ, കൃഷ്ണപ്രിയയുടെ അമ്മ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചെയ്യാപ്പിക്കാത്തത് കണ്ടോ? കൃഷ്ണപ്രിയയുടെ അമ്മ ഇതുപോലെ അവള് ഫോണിൽ കളിച്ചോണ്ടിരിക്കണേ. എന്താണെന്നല്ലോ ഇപ്പൊ കൊറേ നാളുകൊണ്ട് ഫോണിലാണ് കളി. എന്തടി പിന്നെ ഇത് ഏത് ജില്ലയെ കുറിച്ചൊന്ന് ഇവിടെ കേറുന്ന അതെ, നമ്മളിപ്പോ 24 മണിക്കൂറിന്റെ അത് സ്പെൻഡ് ചെയ്താണല്ലേ? എന്താണ് നിന്റെ അഭിപ്രായം? നിനക്ക് ഇപ്പൊ സമയം എത്രയായി? 7:45. ഒരു 15 മിനിറ്റ് കഴിയുമ്പോ ശരിയാവും. 20 മിനിറ്റ്. ഞാൻ ചുമ്മാ എല്ലാരും വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോയില്ലോ. ഉമ്മരൊക്കെ കണ്ടിട്ടുണ്ട്. ആ അതെ, പോവാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. വിളു എനിക്കും കൂടെ താ, എനിക്കും കൂടെ താ. ഹലോ ഗൈസ്, നല്ല കോലത്തിലൊക്കെ ഹലോ, എന്താ പറയണ? ഇവിടെ വന്നില്ലേ? റീഫണ്ടാണോ? വന്നില്ല, പോയാ? സൊമാറ്റോയില് കയറി. നീ ബ്ലോഗ് എടുക്കാതെ പോടാ. എന്നെ അപമാനിച്ചടാ ഭയ. ആര്? ഇല്ല, ഞാൻ കട്ട് ചെയ്യൂടാ. എന്നെ അപമാനിച്ചടാ. നിനക്ക് എന്താണ് പറയാനുള്ള? അതെ, ഒരു 2 വാക്ക് പറയാൻ വേദിയിലേക്ക് പ്രശസ്ത പ്രസംഗിസ്റ്റായ ഹൃതിക്കിനെ ക്ഷണിച്ചു.
അപമാനിച്ചേ പറ്റുള്ളൂ. ഒന്നും പറയാനല്ലേ, നീ അപമാനം കൊള്ളണ്ടവൻ. എന്താണ് അപമാനം കൊള്ളണ്ടവനാണ് നീ. അതെ, ഈ വ്ളോഗ് ശ്രവൺ കാണുകയാണെങ്കിൽ എനിക്ക് നിന്റെ വണ്ടി ഇഷ്ടപ്പെട്ടു, കിടിലൻ സാധനം, കിടിലൻ. നീ പറയലിയ ശ്രവണിന്റെ കൊള്ളാം, സൂപ്പർ വണ്ടി. അവന്റെ ഷർട്ട് കണ്ടായിരുന്ന ടീഷർട്ട്, വണ്ടിക്ക് ചേർന്ന ടീഷർട്ട്. എങ്കിലും അൻസാറേ ഞങ്ങളുടെ പൈസ പോടാ, സമയത്ത് തരുവാടാ. പറടാ പറടാ, അതെങ്ങനെ എടുക്കണ്ടേ കാണിച്ചു തരാം. ഞാൻ സംഭവം പറയട്ടാ, ഇങ്ങനെ ഫണ്ട് ഇതാവാൻ ലേറ്റ് ആവും കേട്ടാ. ബൈക്ക് ഇങ്ങനെ പോയായിരുന്നു ഫണ്ട്. ഇല്ല, ബൈക്ക് ഇതുവരെയായിട്ടും കേറില്ല. സെപ്റ്റോയില് കൂടെ. യെസ്, സൊമാറ്റോ അപ്പൊ അതേ കണക്കല്ലേ വർക്കാവണം. അപ്പൊ ഇത് പോയി. ബൈ ബൈ. പിന്നെ അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടു. അമ്മാരെ പൈസ പോയി. ഓൺലൈനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് പൈസ അപ്പൊ ഓക്കെ ബൈ. ഒരു ബ്ലിപ്പടി.